നമ്മളെല്ലാവരും തന്നെ സ്വപ്നം കാണാറുണ്ട്. അതിൽ പലതരത്തിലുള്ള മുഖങ്ങളും മിന്നി മറിയാറുണ്ട്. അങ്ങനെ ഒരു പയ്യൻ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖം അദ്ദേഹം കാണുകയും ചെയ്യുന്നു. അന്ന് താൻ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടി ഒരുപാട് സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയോട് അദ്ദേഹത്തിന് ഒരു ക്രഷ് തോന്നുകയും ഇനി എപ്പോഴെങ്കിലും ഇവളെ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ അവളെ മാത്രമേ താൻ ജീവിതത്തിൽ കല്യാണം കഴിക്കൂ എന്ന് മനസ്സിൽ വിചാരിക്കുകയും അത് എല്ലാവരോടും പറയുകയും ചെയ്യുന്നു. എല്ലായിടത്തും പോയി അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹം അന്വേഷിക്കുന്നു. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം സഹികെട്ട ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തന്നെ അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. ഒരിക്കലും തന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ലോകത്ത് ജീവിച്ചിരിക്കില്ല. നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഒരിക്കലും തന്നെ യാഥാർത്ഥ്യമില്ല. അങ്ങനെ പലതരത്തിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുഖം നമ്മൾ പലപ്പോഴുമായി കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് തന്നെ നീ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണമെന്ന വാദത്തിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അവസാനം കാൾ ചാൻസലർ എന്ന അദ്ദേഹം ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ കല്യാണം കഴിയുകയും താമസിയാതെ 2 കുട്ടികളും അദ്ദേഹത്തിന് ജനിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ റേഡിയോഗ്രാഫറായി ജോലിക്കും പ്രവേശിക്കുന്നു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോവുകയും അത്യാവശ്യം പ്രായമൊക്കെ ആയതിനു ശേഷം അദ്ദേഹം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. ആ പെൺകുട്ടിയെ ഇദ്ദേഹം കാണാനിടയാവുന്നു. പെൺകുട്ടിയെ കണ്ട അദ്ദേഹം അത്ഭുതത്തോടെ ഇതായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടി എന്ന രീതിയിൽ എല്ലാവരോടും പറയുകയും ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുകയും ചെയ്യുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ രോഗം മൂർച്ഛിക്കുകയും ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ മരണം ബന്ധുക്കളെ ഒരുപാട് സങ്കടത്തിൽ ആഴ്ത്തിയെങ്കിലും അവരെക്കാട്ടിയും കൂടുതൽ അവിടെ നിന്ന് കണ്ണീർ വാഴ്ത്തിയതും പൊട്ടിക്കരഞ്ഞതും ഈ മനുഷ്യനായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ഒരു ശ്മശാനത്തിൽ അടക്കുകയും ചെയ്യുന്നു. പക്ഷെ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും ഇദ്ദേഹം ആ പെൺകുട്ടിയുടെ കല്ലറയ്ക്ക് മുമ്പിലേക്ക് പോവുകയും ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തന്നെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ആ ശവക്കല്ലറയിലേക്ക് പോകുന്നതും ഒഴിവാക്കുന്നു. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയ നാട്ടുകാരും ആ കല്ലറയിലെ വാച്ച്മാനും എല്ലാവരും തന്നെ അദ്ദേഹം വരുന്നത് കാണാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ കല്ലറയിലേക്ക് നിങ്ങൾ പോവാത്തതെന്ന്. പക്ഷെ ഒന്നിനും വ്യക്തമായ ഉത്തരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നില്ല. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒരുപാട് കഴിഞ്ഞുപോയി. 7 വർഷത്തോളം കടന്നുപോയിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം ആ ശവക്കല്ലറയിലേക്ക് പോയില്ല. അദ്ദേഹം ഭൂരിഭാഗ സമയവും തന്റെ ഒറ്റമുറി വീട്ടിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്. തന്റെ യഥാർത്ഥ ഭാര്യയും മക്കളുമായി ഒരു തരത്തിലുള്ള ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ സംശയം തോന്നിയ നാട്ടുകാരും പോലീസും ചേർന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട് പരിശോധിക്കുന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒറ്റമുറി വീട്ടിൽ നിന്നും ആ പെൺകുട്ടിയുടെ അഴുകി ദ്രവിച്ച ഡെഡ് ബോഡി ലഭിക്കുന്നു. അത് 7 വർഷത്തോളം ആ ബോഡിയെ വിവാഹം ചെയ്ത് അതിനോടൊപ്പം ദാമ്പത്യ ജീവിതം നടത്തുകയായിരുന്നു അദ്ദേഹം. പിന്നീട് ആ ബോഡി പാർട്സ് എടുത്ത് വീണ്ടും മറവ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു.